കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അവതരിപ്പിക്കുന്നു വേവ്സ് 2025. 2025 മെയ് 1 മുതൽ 4 വരെ മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം. ആനിമേഷൻ, VFX, ഗെയിമിംഗ്, കോമിക്സ്, ഫിലിം മേക്കിംഗ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിലൂടെ മികവ് തെളിയിക്കുന്നവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിനായുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി wavesindia.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ചികിത്സാ രീതികളിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS 2025ന്റെ വിജ്ഞാപനം അടുത്ത മാസം 7-ന് പുറപ്പെടുവിക്കുമെന്ന് PSC. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDFന് ഭരണം നഷ്ടമായി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണം ഊർജിതം. ഫർസാനയുടെ മൃതദേഹം സംസ്കരിച്ചു. മറ്റ് 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ കിരീടം ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. ഫൈനലിൽ വിദർഭയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ചികിത്സാ രീതികളിൽ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബീഹാറിലെ പട്ന മെഡിക്കൽ കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആരോഗ്യ മേഖലയിൽ വികേന്ദ്രീകരണത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെ വലിയ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. കഴിഞ്ഞ 8.5 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കിഫ്ബി വഴി 1427 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം അരുവിക്കര മണ്ഡലത്തിലെ 3 സ്കൂളുകളിൽ നിർമ്മിച്ച ബഹുനില മന്ദിരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് സുരക്ഷിതവും പ്രചോദനാത്മകവുമായ പഠനാന്തരീക്ഷം സാധ്യമാക്കുന്നതിനാണ് ഈ നിക്ഷേപം പ്രയോജനപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിൽ LDFനും 12 UDFനും വിജയം. 3 മറ്റുള്ളവർക്കാണ് ജയം. ആകെ 30 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കാസർഗോഡ് ജില്ലയിലെ 2 വാർഡുകളിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 65.83 ആണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന്റെ സീറ്റുകളുടെ എണ്ണം 10-ൽ നിന്നും 12-ലേക്ക് ഉയർന്നെന്നും UDFന് 2 സീറ്റ് വർദ്ധിച്ചപ്പോൾ LDFന് 3 സീറ്റുകൾ കുറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. പ്രസിഡന്റിനെതിരായി UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. പ്രമേയത്തെ അനുകൂലിച്ച് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ വോട്ട് ചെയ്തു. വോട്ടെടുപ്പിനിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷവും ഉണ്ടായി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS 2025ന്റെ വിജ്ഞാപനം അടുത്ത മാസം 7-ന് പുറപ്പെടുവിക്കുമെന്ന് PSC. പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി അടുത്ത വർഷം ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും 2 ദിവസത്തിനുള്ളിൽ ഒരു നിഗമനത്തിലെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ പറഞ്ഞു. ഇതുവരെ പ്രതിയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫാൻ മയക്കുമരുന്നിന് അടിമയാണോ എന്ന് പരിശോധന നടത്തും. ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതിപ്പോ നമ്മൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ 1-2 ദിവസത്തിനുള്ളിൽ അത് നമ്മളൊരു കൺക്ലൂഷനിൽ എത്താമെന്നാണ് വിശ്വസിക്കുന്നത്. ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ, ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം ഇനിയിപ്പോ അത് നമ്മൾ തീരുമാനിക്കുന്നത്. മാനസികാരോഗ്യത്തിന് ചികിത്സയ്ക്ക് പോയിട്ടുള്ളതായി ഇതുവരെ അങ്ങനെ ഒരു കിട്ടിയിട്ടില്ല. ഈ പ്രതിനെ നമ്മൾ ഇതുവരെ കാര്യമായി ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അത് ആ ചോദ്യം ചെയ്യലിൽ നിന്നും ബാക്കിയുള്ള അന്വേഷണത്തിൽ നിന്നും മാത്രമേ അത് വെളിപ്പെടുള്ളൂ. അതേസമയം കൊല്ലപ്പെട്ട ഫർസാനയുടെ മൃതദേഹം സംസ്കരിച്ചു. മറ്റ് 4 പേരുടെ സംസ്കാരം ഉടൻ നടക്കും. ശമ്പള വർധനവടക്കമുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാ വർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശം.
NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ആശാ വർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താൻ മെഡിക്കൽ ഓഫീസർമാർ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നാളെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ഇന്നു മുതലാണ് ശിവരാത്രി വ്രതം ആരംഭിക്കുന്നത്. നാളെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിവസമായ നാളെ സമാപനമാകും. ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശിവാലയ ഓട്ടവും ഇന്ന് ആരംഭിക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് ബലിതർപ്പണത്തിന് ഒരുങ്ങി ആലുവ മണപ്പുറം. 116 ബലിത്തറകളാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. നാളെ വൈകുന്നേരം മുതൽ ജനങ്ങൾ പിതൃതർപ്പണത്തിനായി മണപ്പുറത്തേക്ക് ഒഴുകിയെത്തും. രാത്രി 10 മണിയോടെ ശിവരാത്രി ബലിയും മറ്റന്നാൾ രാവിലെ 8:30 വാവുബലിയും നടക്കും. പെരിയാറിന് മറുകരയിലുള്ള അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടത്താൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിവരെ ആലുവ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനും സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. റമദാൻ മാസത്തിൽ നോമ്പുതുറയിലും ഇഫ്താർ വിരുന്നുകളിലും ഹരിതച്ചട്ടം പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷൻ നിർദ്ദേശിച്ചു. ഇത്തരം അവസരങ്ങളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പേപ്പർ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കപ്പുകൾ തുടങ്ങിയവ ഒഴിവാക്കണം. നോമ്പുതുറ സമയത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതികൾക്ക് വാഴയില പോലുള്ള പ്രകൃതി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം പുരോഗമിക്കുന്നു. കണ്ണൂർ തോട്ടട ശ്രീനാരായണ കോളേജിലാണ് കലോത്സവം നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്നലെ ആരംഭിച്ച സ്റ്റേജ് തര മത്സരങ്ങൾ ഇന്നും തുടരുകയാണ്. തോട്ടട SN കോളേജിലെ 14 വേദികളിലായാണ് കലോത്സവം നടക്കുന്നത്. 120-ലേറെ കോളേജുകളിൽ നിന്നായി 8000-ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കോളേജുകളിൽ നിന്നുള്ള കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. നാളെയാണ് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുക. ഈ മാസം 28-ന് കലോത്സവം സമാപിക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ നാളെ മുതൽ. ഗുജറാത്തിനെതിരെ ചരിത്ര വിജയം നേടിയ കേരളം ഫൈനലിൽ വിദർഭയുമായി ഏറ്റുമുട്ടും. നാഗ്പൂരിലാണ് മത്സരം. രഞ്ജി ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം ഫൈനലിലെത്തുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ചെന്നൈയിൻ FCയെ നേരിടും. ബംഗളൂരുവിൽ രാത്രി 7:30-നാണ് മത്സരം. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളി, ലീല എന്നിവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ വീതം കൈമാറി. സണ്ണി ജോസഫ് MLA, ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് തുടങ്ങിയവർ ചേർന്നാണ് തുക കൈമാറിയത്. കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ നാളെ അർദ്ധരാത്രി 12 മണി മുതൽ 27-ന് രാത്രി 12 വരെയാണ് ഹർത്താൽ. അന്നേ ദിവസം സംസ്ഥാന വ്യാപകമായി മത്സ്യബന്ധന തൊഴിലാളികൾ കടലിൽ പോകില്ല. ഹാർബറുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും മാർക്കറ്റുകളും തുറക്കില്ല. LDFും UDFും ഹർത്താലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 28-നകം ഫെബ്രുവരിയിലെ റേഷൻ വിഹിതം വാങ്ങണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. കോട്ടയിലെ വിഹിതം വാങ്ങുന്നതിനായി കാലാവധി ദീർഘിപ്പിച്ച് നൽകില്ലെന്നും ഉപഭോക്തൃ കമ്മീഷണർ അറിയിച്ചു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുമളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഷീബ സുരേഷിന്റെ ഇടുക്കി കുമളിയിലെ വീട്ടിൽ ED റെയ്ഡ് നടത്തി. പല ജില്ലകളിലും പാതിവില പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഷീബയാണ്. വിദേശത്തായിരുന്ന ഷീബയെയും ഭർത്താവ് സുരേഷിനെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു റെയ്ഡ്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം അടുത്ത മാസം 4, 5 തീയതികളിൽ ന്യൂഡൽഹിയിൽ ചേരും. ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ യോഗമാണിത്. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ പ്രായോഗിക അനുഭവങ്ങൾ പ്രതിനിധികൾ യോഗത്തിൽ പങ്കുവയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ചികിത്സാ രീതികളിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് ആരോഗ്യമേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS 2025ന്റെ വിജ്ഞാപനം അടുത്ത മാസം 7-ന് പുറപ്പെടുവിക്കുമെന്ന് PSC. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDFന് ഭരണം നഷ്ടമായി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണം ഊർജിതം. ഫർസാനയുടെ മൃതദേഹം സംസ്കരിച്ചു. മറ്റ് 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ കിരീടം ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. ഫൈനലിൽ വിദർഭയുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.